അരുവിക്കര MLA ജി സ്റ്റീഫന്റെ കാർ കടന്നുപോകുന്നതിന് തടസ്സമായെന്നാരോപിച്ച് ഗർഭിണിയായ യുവതി സഞ്ചരിച്ച വാഹനം ആക്രമിച്ചെന്ന് പരാതി. തിരുവനന്തപുരം കാട്ടാക്കടയിൽ വിവാഹമണ്ഡപത്തിന് മുന്നിലാണ് സംഭവം നടന്നത്. അമ്പലത്തിൻകാല സ്വദേശികളായ ബിനീഷും 8 മാസം ഗർഭിണിയായ ഭാര്യയും സഞ്ചരിച്ച വാഹനമാണ് ആക്രമിച്ചത്. അരുവിക്കര MLA ജി സ്റ്റീഫന്റെ കാർ കടന്നുപോകുന്നതിന് തടസ്സമായെന്നാരോപിച്ച് ഗർഭിണിയായ യുവതി സഞ്ചരിച്ച വാഹനം ആക്രമിച്ചെന്നാണ് പരാതി. തിരുവനന്തപുരം കാട്ടാക്കടയിൽ വിവാഹമണ്ഡപത്തിന് മുന്നിലാണ് സംഭവം നടന്നത്. അമ്പലത്തിൻകാല സ്വദേശിയായ ബിനീഷും 8 മാസം ഗർഭിണിയായ ഭാര്യയും സഞ്ചരിച്ച വാഹനമാണ് ആക്രമിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതാണ്. അരുൺ മോഹൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അരുൺ മോഹൻ, ഈ അരുവിക്കര MLA ജി സ്റ്റീഫന്റെ കാർ കടന്നു പോകുന്നതിന് തടസ്സമായെന്ന് ആരോപിച്ചാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? അക്ഷയ, ഇന്നലെ ഈ ദമ്പതികൾ ഈ പറയുന്ന കാട്ടാക്കട ഒരു സ്വകാര്യ കല്യാണ മണ്ഡപത്തിൽ എത്തിയതായിരുന്നു. അവരുടെ ഒരു വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട് ബന്ധുവിന്റെ വിവാഹ ചടങ്ങുമായി എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ കുടുംബം സഞ്ചരിച്ച വാഹനം ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തതിനു ശേഷം അവിടെ നിൽക്കുകയായിരുന്നു. പരിപാടിയിൽ പങ്കെടുത്തതിനു ശേഷം തിരിച്ചെത്തുന്ന സമയത്ത് ഇവിടെ MLA ജി സ്റ്റീഫന്റെ വാഹനം എത്തിയിരുന്നു. ഈ സ്ഥലത്ത് പാർക്ക് ചെയ്തിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഇവര് ആരോപിക്കുന്നത് അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്, വാഹനം ആ സമയം ഒരുപക്ഷെ അവർക്ക് എടുക്കാൻ കഴിഞ്ഞില്ലായിരിക്കാം, MLAയുടെ വാഹനം എടുക്കാൻ കഴിഞ്ഞില്ലായിരിക്കാം. ഇതിൽ പ്രകോപിതരായ ഒരു കൂട്ടം ആൾക്കാർ, DYFI പ്രവർത്തകരെന്നാണ് അവർ ആരോപിക്കുന്നത്. അവരോട് കുറച്ച് മോശമായി പെരുമാറാൻ ശ്രമിച്ചു. എന്നാൽ വാഹനമെടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിച്ചെങ്കിലും വാഹനം സ്റ്റാർട്ടായില്ല എന്നാണ് ഈ കുടുംബ അംഗം പറയുന്നത്. തുടർന്ന് പുറത്തെത്തിയപ്പോൾ വീണ്ടും സംഘടിതരായി നിന്ന ആൾക്കാർ ഇവരെ മർദ്ദിക്കുകയായിരുന്നു. ഇവരുടെ ഈ പറയുന്ന ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. വാഹനത്തെ അടിച്ചു തകർക്കുകയായിരുന്നു. ഇവരുടെ കഴുത്തിൽ കിടന്ന മാല ഉൾപ്പെടെ അപഹരിക്കുകയായിരുന്നു എന്നാണ് കാട്ടാക്കട പോലീസ് നൽകിയിരിക്കുന്ന ആ പരാതിയിൽ പറയുന്നത്. എന്തായാലും കാട്ടാക്കട പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം വരുന്നുണ്ട്. വിനീഷിന്റെ ഭാര്യ 8 മാസം ഗർഭിണിയായിരുന്നു. ഈ കുടുംബനാഥന്റെ ഒപ്പമുണ്ടായിരുന്ന ബന്ധുക്കൾക്ക് മർദ്ദനമേറ്റു എന്ന് പറയുന്നു. എന്തായാലും ഗൗരവമായ വിഷയമായാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു വരുന്നതായി കാട്ടാക്കട പോലീസ് പറയുന്നു. അതേസമയം സംഭവത്തിൽ പറയുന്നത് തന്റെ വാഹനം ഒരു ബന്ധവുമില്ല എന്നാണ് സ്റ്റീഫന്റെ ഓഫീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, എന്തായാലും അരുവിക്കര MLA ജി സ്റ്റീഫന്റെ കാർ കടന്നു പോകുന്നതിന് തടസ്സമായെന്ന് ആരോപിച്ച് ഗർഭിണിയായ യുവതി സഞ്ചരിച്ച വാഹനം ആക്രമിച്ചെന്നാണ് പരാതിയുള്ളത്. ബിനീഷും 8 മാസം ഗർഭിണിയായ ഭാര്യയും സഞ്ചരിച്ച വാഹനമാണ് ആക്രമിച്ചത്. വിവരങ്ങളാണ് അരുൺ മോഹൻ നൽകിയത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.